അപ്പോൾ ഇതെടുത്ത് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. മറ്റു പലതും ഇതിനകത്തുണ്ട്. ടീച്ചിങ്ങിൽ ഇത് വളരെ അത്യാവശ്യമാണ്. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഫേർട്ട് അതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. മിസ്സിൻ്റെ പേരെന്താണ്, ഞാനങ്ങ് മറന്നു എന്ന് നമുക്ക് ഒരു പേടി വരിക, ആങ്സൈറ്റി വരിക, ഡിപ്രഷൻ വരിക, എല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. പലരും പറയും എനിക്ക് ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, അതൊരു എക്സ്ക്യൂസാണ്. പിന്നെ മാം, നമ്മൾ വി ആർ ഓൾ ടീച്ചേഴ്സ്. അപ്പോൾ ഈ കുട്ടികളുടെ പേര് ഓർത്തിരിക്കുക, വ്യക്തികളുടെ പേര് ഓർത്തിരിക്കാനൊക്കെ വളരെ പ്രധാനമാണല്ലോ. കാരണം ഇൻ്റർപേഴ്സണൽ സ്കിൽസിൽ ഈ ആൾക്കാരുടെ പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ അവർക്ക് ഒരു അഫെക്ഷൻ കൂടുതലുണ്ടാവും, അല്ലേ? തോന്നിയിട്ടില്ലേ പലപ്പോഴും? തീർച്ചയായിട്ടും. കാരണം പേര് മറന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് വരെ പോകുന്ന സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഞാൻ അതുകൊണ്ട് ബോധപൂർവം കുട്ടികളെ പേര് ഓർത്ത് തന്നെ വിളിക്കാറുള്ള ഒരാളാണ്. ഐ ടേക്ക് എഫർട്ട്. മാം നേരത്തെ പറഞ്ഞു സാറ് എൻ്റെ മോനെ പഠിപ്പിച്ചിട്ടുണ്ട്. സാർ ഈയിടെ വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചതല്ലേ. അപ്പോൾ അവൻ്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ സന്തോഷമായി. അങ്ങനെ ബേർട്ടിൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ആ പേര് നല്ല സ്റ്റുഡന്റ് ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ പേര് പറഞ്ഞ ആളെ ഐഡന്റിഫൈ ചെയ്യാം. നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ പേരിനേക്കാൾ നല്ലൊരു കീബോർഡ് പ്ലെയർ ആയിരുന്നു. അയ്യോ, നല്ല മിടുക്കനായിട്ടുള്ള ഒരു പയ്യനായിരുന്നു. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ പേര് ഓർത്ത് ഇങ്ങനെ പറയുമ്പോഴേ കേൾക്കുന്ന ആൾക്ക് കൂടി. മാഡം ഒരു ടീച്ചറാണല്ലോ, നമ്മൾ എപ്പോഴാണ് ഒരു കുട്ടിയുടെ പേര് ഓർത്തിരിക്കുക? ഞാനിപ്പോൾ അല്ലേ, നമ്മളൊരു 5000-6000 കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. ആ പേര് ഓർക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഒരു കോംപ്ലിമെന്റ്, അല്ലേ? ഇത്രയും പേരുടെ പേരിൽ ഒരാളുടെ പേര് ഓർക്കുമ്പോൾ ദർ ഇസ് സം സ്പെഷ്യാലിറ്റി, അല്ലേ? ഭയങ്കര സന്തോഷമൊക്കെ. പക്ഷേ ഓർക്കാത്തവർക്ക് അത് വിഷമം ഉണ്ടാക്കും, മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ആൾക്കാരുടെ പേര് ഓർക്കാനുള്ള സൈക്കോളജിക്കൽ ഓർക്കൽ ഇന്നത്തെ കാലത്ത് നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വിചാരം മുഴുവൻ എല്ലാം സേവ് ചെയ്ത് വെച്ച് അങ്ങനെയായല്ലോ ഓർമ്മിക്കൽ. പക്ഷെ ഇത് എന്തായാലും സേവ് ചെയ്ത് വെച്ച് ഓർക്കാനൊന്നും പറ്റില്ല. ആളെ കാണുമ്പോൾ ഇതെടുത്ത് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. മറ്റു പലതും ഇതിനകത്തുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് പറ്റില്ല. പക്ഷേ ഇവിടെ ടീച്ചിങ്ങിൽ ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് കോൾ പീപ്പിൾ ബൈ നെയിം. എക്സാക്ട്ലി. ക്ലാസ് റൂമിൽ തന്നെ അത് നമ്മൾ ഒരുപാട് സഹായിക്കില്ലേ? ഒരു കുട്ടിയെ പേരെടുത്ത് വിളിച്ച് എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ പിൻ പോയിൻ്റ് ചെയ്ത് പറയുമ്പോൾ ഡിസിപ്ലിനെ തന്നെ സഹായിക്കുന്ന ഒന്നാണ്. ആളുകളെ തിരിച്ചറിയുന്നു. ഒരു കുട്ടിയുടെ പേര് പറയുമ്പോഴേ അയാൾക്ക് കിട്ടുന്ന ഒരു ഫീലേ, സാറിന് എന്നെ അറിയാം, ഒന്നും അറിയില്ല, പേരായിരിക്കും അറിയില്ല, ഇറ്റ് ക്യാൻ ഡു മാജിക്. പക്ഷേ ഞാനിപ്പോൾ പലരോട് സംസാരിക്കുമ്പോൾ സാർ എന്നോട് ചോദിച്ചത് എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി. നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർ അതിനൊന്നും ആവശ്യമില്ല, ഓർമ്മയുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ചെറുപ്പമൊന്നും അല്ല കേട്ടോ എൻ്റെ കയ്യിൽ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊരു വലിയ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സത്യത്തിൽ. കുട്ടികളുടെ പേര് പറഞ്ഞ് അവരെ വിളിക്കാൻ പറ്റുക. അപ്പോൾ അതിനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ പഠിപ്പിച്ചു വിട്ട എല്ലാവരുടെയും പേരൊന്നും ഓർക്കാൻ പറ്റില്ല. എന്നാലും നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ പേര് അറിയുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ അതിന് ഉപയോഗിക്കാറുള്ളത് എഫേർട്ട് ഇടണം. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഫേർട്ട് അതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. അത് ഫീഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യാറുള്ളത് ക്ലാസ് റൂമിലൊക്കെ ചെല്ലുമ്പോൾ അറ്റൻഡൻസ് വിളിക്കുന്നുണ്ടെങ്കിൽ പേര് പറഞ്ഞ് വിളിക്കുക. തീർച്ചയായും നമ്മളെ കുറച്ച് അത് എഫേർട്ട് ഇടുക. ചിലർ അറ്റൻഡൻസ് 1 2 3 എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. നമ്പർ നെവർ എവർ ഡു ദാറ്റ്. പേര് പറഞ്ഞ് വിളിക്കുക. പിന്നെ ഞാൻ ചെയ്യാറുള്ളത് സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, പ്രിപ്പയർ ചെയ്തിട്ട് ചില കുട്ടികളോട് ചില സ്പെസിഫിക് പേരുകൾ മനസ്സിൽ വെച്ചിട്ട് ആ കുട്ടികളോട് ചോദിച്ച് അങ്ങനെ കുറേ കുട്ടികളുടെ പേര് പഠിച്ച് ക്ലാസ് റൂമിൽ അങ്ങനെ മാനേജ് ചെയ്യാം. അത് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ പലപ്പോഴും നമ്മളല്ലാതെ ഡീൽ ചെയ്യുന്ന കുട്ടികളെ നമ്മൾ വഴിയിൽ വെച്ച് പേര് ചോദിക്കും, അപ്പം തന്നെ മറന്നു പോകും. അത് വേറൊരു പ്രശ്നമാണ്. പേര് ഒരു പ്രാവശ്യം കൊണ്ടൊന്നും മനസ്സിൽ നിൽക്കില്ല. അങ്ങനെ ഒരു മാജിക്ക് പ്രതീക്ഷിക്കണ്ട. ഞാൻ എല്ലാവരുടെയും പേര് പഠിച്ചു, ഇമ്മീഡിയറ്റ് അല്ല, ഷോർട്ട് ടൈം മെമ്മറിയിൽ അത് ആദ്യം ഫീഡാവുള്ളൂ. ലോങ് ടൈം മെമ്മറിയിൽ വേണമെങ്കിൽ അത് റിപ്പീറ്റേഷനാണ് പിന്നെ ലോങ് ടൈം മെമ്മറിയിലേക്ക് അതിനെടുത്ത് മാറ്റുക. ലോങ് ടൈം മെമ്മറിയിലുള്ള കാര്യങ്ങളെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പേരെങ്ങനെയാണ് റിപ്പീറ്റഡ് ആകുക എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും ഒരു പ്രാക്ടീസ് ആക്കുക. പേര് വിളിച്ച് അവരെ എടോ വാടോ പോടോ. ഏറ്റവും എനിക്ക് വിഷമം തോന്നിയിട്ടുള്ളത് എടാ വാടാ പോടാ എന്നൊക്കെ പറയുന്ന സാറുമാരുണ്ട് ഇപ്പോഴും. അത് വല്ലാത്തൊരു ഡിസ്റെസ്പെക്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കുട്ടികളെ എപ്പോഴും പേര് വിളിക്കുക. ഞാൻ എല്ലാ പേര് കിട്ടിയെങ്കിൽ എടോ എന്തെങ്കിലും ഒരു കുറച്ചും കൂടി ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ അവരെ
അഭിസംബോധന ചെയ്യുക, എന്തായാലും കഴിയുന്നത് പേര്. അപ്പോൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല. നമ്മൾ ചിലപ്പോൾ അയാളോട് 4 പ്രാവശ്യം പേര് ചോദിച്ചതായിരിക്കാം. അതെ, ഒരു കുഴപ്പമില്ല, വീണ്ടും ചോദിക്കാം. അയ്യോ പേര് മറന്നുപോയല്ലോ, അതൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ 10 പ്രാവശ്യം നമ്മൾ കേട്ട് കഴിയുമ്പോൾ പേര് റെക്കോർഡഡ് ആവും. തീർച്ചയായിട്ടും. നമ്മൾ പലപ്പോഴും അതിന് ഉപേക്ഷ വിചാരിക്കും. അയ്യോ അയാളുടെ പേര് ഇന്നലെ ചോദിച്ചതാണ്, ഇനി എന്ത് ചോദിക്കും. അപ്പോൾ എനിക്കിതിനെ ഒരു അനുഭവം ഉണ്ടായതെന്താണെന്ന്, ഞാനൊരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ എനിക്ക് വളരെ പരിചയമുള്ളൊരു സ്റ്റുഡൻറ്റ് ഇങ്ങനെ കയറി വന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു സീറ്റ് ഉണ്ട്, അയാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പരിചയം, എനിക്ക് ആ കുട്ടിയെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു, അപ്പോൾ കോളേജിലെ പല സംഭവങ്ങളും ഇങ്ങനെ സംസാരിച്ച്, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാളുമായിട്ട് എനിക്ക് നല്ല റിലേഷനാണുള്ളത്. പക്ഷെ പേര് ഓർമ്മ വരണില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പേര് ചോദിക്കാൻ മടി. ഞാൻ ചോദിക്കാതെ അവസാനം ഏതോ സ്റ്റോപ്പ് എത്തിയപ്പോൾ അയാൾ പറഞ്ഞേ, മിസ്സേ എനിക്ക് ഇറങ്ങാറായി, മിസ്സിൻ്റെ പേരെന്താണ്, ഞാനങ്ങ് മറന്നു എന്ന്. അപ്പോൾ അയാൾ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്ക് സുഖമായിട്ട് അയാളുടെ പേര് ചോദിക്കായിരുന്നു. ഒരു ടീച്ചറായി എന്നെ അയാൾ മറന്നുപോയി. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ധൈര്യമായിട്ട് ചോദിക്കുക. ഇനി ആ കുട്ടിയുടെ പേര് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. വേറൊരു കോണ്ടെക്സ്റ്റിൽ പേര് ചോദിച്ച് നമ്മുടെ മനസ്സിലുള്ള ആ പേര് പിന്നെ നമ്മൾ മറന്നു. പിന്നെ മാം ഞാൻ യൂസ് ചെയ്യാറുള്ള ഒരു ട്രിക്കാണ്. പിന്നെ എനിക്ക് വേണ്ടി ക്യാമറ ചെയ്യുന്ന ആളുടെ പേര് ഞാൻ ഇങ്ങനെ മറന്നുപോയിരുന്നു. അപ്പോൾ ആൽബർട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ എന്ന്. അപ്പോൾ അസോസിയേഷൻ ടെക്നിക്കൊക്കെ എനിക്ക് വളരെ എഫക്റ്റീവാണ്. അങ്ങനെ ക്ലാസ്സിൽ പല ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്കൊരു ടോവിനോ ഒരു സ്റ്റുഡൻ്റാണ്, അപ്പോൾ ടോവിൻ തോമസ് എന്നാണ് പേര്. അപ്പോൾ ഞാൻ അവനെ ടോവിനോ എന്ന് ആലോചിക്കും. അങ്ങനെയൊക്കെ അതാണ് എഫേർട്ട് ഇടുന്നത്. അങ്ങനെ പല പല ടെക്നിക്സ് ഉണ്ട്. റിപ്പീറ്റേഷൻ ഈസ് ദ ബെസ്റ്റ് വേ മെമ്മറൈസ്. അപ്പോൾ ക്ലാസ്സിൽ എപ്പോൾ കുട്ടികളോട് ചോദ്യം ചോദിക്കുമ്പോഴും എപ്പോൾ അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴും ട്രൈ ടു കോൾ ദം ബൈ നെയിം. പേര് കിട്ടിയില്ലെങ്കിൽ ചോദിക്കുക. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ പേര് റെക്കോർഡഡ് ആവും. അതിന് ഉപേക്ഷ വിചാരിച്ചാലാണ് പ്രശ്നം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ന് മനസ്സിൽ വേണം. യെസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പലരും യൂസ് ചെയ്യാത്തൊരു കാര്യമാണ്. പിന്നെ മാമിനോടുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ ജനങ്ങളുടെ ഉള്ള ഈ ജനറൽ ടിപ്സ് ഫോർ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, അതിനുള്ള മാഡത്തിനുള്ള ഒരു പ്രധാനപ്പെട്ടൊരു 3 ടിപ്സ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ മാനേജ് ചെയ്യാൻ ടിപ്സ് പലപ്പോഴും പ്രയോജനപ്പെടാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഓവറോൾ ചേഞ്ച് അവിടെ വേണം. കാരണം ഇതിൻ്റെയൊക്കെ ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സാണ്. നമുക്ക് ഒരു പേടി വരിക, ആങ്സൈറ്റി വരിക, ഡിപ്രഷൻ വരിക, എല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. അതിലേറ്റവും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്ങാണ് നമുക്ക് ചിന്തിക്കാനുള്ള ഫ്രീഡം. അത് നമ്മുടെ ഒരു ബ്ലെസ്സിങ് അല്ലേ? തീർച്ചയായും. നമുക്ക് ഫ്രീഡം ഇല്ല, ഒരുപാട് അസ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഫ്രീഡം നമ്മൾ മറന്നു പോകുന്നു. അവർ ഫ്രീഡം ടു ചൂസ്. നമുക്ക് ഏത് രീതിയിൽ ചിന്തിക്കണമെന്ന് ചൂസ് ചെയ്യാൻ നമുക്ക് ഫ്രീഡം ഉണ്ട്. അത് നമ്മുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കണമെങ്കിലും എഫേർട്ട് ഇടേണ്ടി വരും. ഇപ്പം ചിലർ പറയില്ലേ ഓവർ തിങ്കിങ്, എനിക്ക് ഓവർ തിങ്കിങ് ആണ്, എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു വേ ഓവർ തിങ്കിങ് കുറയ്ക്കാനുള്ള മാമിൻ്റെ ടിപ്സ് അതാണ്. അത് എല്ലാവരുടെയും ഒരു പൊതുവേ സമൂഹത്തിൽ നിന്നുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ വാട്ട് ആർ യുവർ ടേക്ക് ഫോർ ദാറ്റ്? അപ്പോൾ ആദ്യം നോക്കേണ്ടത് ഈ ഓവർ തിങ്കിങ് പ്രശ്നമാണെന്ന് പറയുമ്പോഴേ നമ്മൾ ഇവിടെയും നമ്മുടെ ആ ഒരു ആസ് എ ഇൻഡിവിജ്വൽ നമുക്ക് ഓവർ തിങ്കിങ്ങിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ. വി ഹാവ് അതർ ഓപ്ഷൻസ്. പക്ഷേ ഓവർ തിങ്കിങ് എന്തുകൊണ്ട് പലർക്കും അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓവർ തിങ്കിങ് വളരെ അത് കംഫർട്ട് സോണിലുള്ളൊരു കാര്യമാണ്. എന്താണ് അതിനെ കംഫർട്ട് സോണിലാക്കുന്നതെന്ന് ചോദിച്ചാൽ വെറുതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക നല്ല സുഖമല്ലേ. അതതിൻ്റെ ഒരു റീസണാണ്. അപ്പോൾ പലപ്പോഴും പലരും പറയും എനിക്ക് ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, അതൊരു എക്സ്ക്യൂസാണ്. ശരിക്കും ഇപ്പുറത്ത് വേറെ വഴി കിടക്കുന്നുണ്ട്, അത് നമ്മളെന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? പണിയെടുക്കേണ്ടി വരും അല്ലേ? പണിയെടുക്കേണ്ടി നമ്മുടെ ചിന്തകളെ തോട്ട് പ്രോസസ്സിനെ ഡയറക്റ്റ് ചെയ്ത് നമുക്ക് ഈ ആങ്സൈറ്റിയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മളിൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്നത്. വറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇത് രണ്ടും ഓവർ തിങ്കിങ് ആണ് മെയിനായിട്ട്. കാരണം ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മളില്ല. പ്രസൻറ്റ് മൊമെൻറ്റിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിൽ വേണ്ട ഒരു കാര്യം. അപ്പോൾ അവിടെ നമ്മളില്ലെങ്കിൽ നമുക്ക് വറി ഉണ്ടാവും. കാരണം ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണല്ലോ വറി ഉണ്ടാവുന്നത്. ഇപ്പം ഞാനൊരു പരീക്ഷയ്ക്ക് ആങ്ഷ്യസ് ആകുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല ശരിക്കും. അതാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള റീസൺ. അതിനെ ഓവർ തിങ്കിങ് എന്ന് വിളിക്കണത് ശരിയല്ല. ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് സംഭവിക്കുന്ന ചില അവസ്ഥകളാണ് ഓവർ തിങ്കിങ്. ഞാൻ കൃത്യമായിട്ട് എന്നെ മനസ്സിലാക്കി എൻ്റെ ആ ഒരു പവർ ഓഫ് തിങ്കിങ്
അത് നല്ല മോട്ടിവേഷണൽ ബുക്സ് ഉണ്ട് കേട്ടോ. മൈൻഡ് പവർ ഇൻ ദ 21st സെഞ്ച്വറി. കാരണം നമ്മൾ മനസ്സെന്ന് പറയില്ലേ, മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഒരു കേന്ദ്രമാണ് സത്യത്തിൽ. ആ ചിന്തകളുടെ തലങ്ങളുണ്ട്. കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഇതിനെപ്പറ്റി മനസ്സിലാക്കി ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഈ തോട്ട്സ് നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കുന്ന ഒരു സാധനമല്ലേ. ഞാനെപ്പോഴും വിചാരിക്കും ഐസക് ന്യൂട്ടൻ്റെ തലയിൽ പണ്ട് ആപ്പിൾ വീണിട്ടല്ലേ അദ്ദേഹം ചിന്തിച്ച് അദ്ദേഹം എവിടെ എത്തി. ആ ചിന്ത നമ്മളെ ശരിക്ക് ആങ്സൈറ്റി പിടിച്ചോ, എൻ്റെ ദൈവം എൻ്റെ തലയിൽ ആപ്പിൾ വീണു, ഇനി എന്തെങ്കിലും പറ്റിക്കാണോ, അതല്ലല്ലോ. ഒരു ഓർഡിനറി മൈൻഡ് അങ്ങനെ ചിന്തിക്കുള്ളൂ. അങ്ങനെ നമുക്ക് തിരിച്ചുവിടാം. എന്തുകൊണ്ട് ഇത് താഴേക്ക് വന്നു? ഒരു ചലഞ്ചിങ് തോട്ടാണത്. ആങ്സൈറ്റി വറിയൊക്കെ മാറണമെങ്കിൽ ചലഞ്ചിങ് തോട്ട്സ് ഉണ്ടാവണം. എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്, ഇങ്ങനെ ചെയ്തൂടെ? അപ്പോൾ ഏറ്റവും രസമുള്ള കാര്യം, ജീവിതത്തിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ കാര്യങ്ങൾ സംഭവിക്കാൻ ഒരു സാധ്യതയുണ്ട്. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിരന്തരമായ ചിന്തകൾ അങ്ങോട്ട് കടന്നിട്ട് അതുപോലെ സംഭവിക്കാറുണ്ട്. നമ്മൾ ചുറ്റുപാടും നോക്കിയാൽ അത് അറിയാൻ പറ്റും. നമുക്ക് ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ തരാൻ ബുദ്ധിമുട്ടാണ്. കാരണം മനസ്സിന് നമുക്ക് പടം വരച്ചിട്ട് ഇതാണ് അതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ. ഒരുപക്ഷെ ആ പവർ കൊണ്ടാണ് ഇപ്പം നമുക്ക് ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമ്പോൾ എനിക്കത് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴും എനിക്ക് ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി അത് പലരും നമ്മളോട് പറയുന്ന ഒരു ഡയലോഗുമാണ്. ഇനി ടീച്ചറിന് എന്നാൽ ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി വീട്ടിലിരുന്നൂടെ എന്നൊക്കെ ചോദിക്കണ ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മളെ ഇല്ല, എനിക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. ആ ഒരു പവർ വരുമ്പോഴാണല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേസമയം നേരെ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തീർന്നു അതോടുകൂടി. ഇനിയിപ്പോൾ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇനി മതി, രാവിലെ എന്നാൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, എഴുന്നേൽക്കുമ്പോൾ വരണമെങ്കിൽ ഞാൻ ചിന്തിക്കണ്ടേ, ഇന്ന് സാറിൻ്റെ അവിടെ ഷൂട്ടുണ്ട്, എനിക്ക് പോകണം. ആ ഒരു ചിന്ത വരുമ്പോഴാണ് നമ്മൾ റെഡി ആയിട്ട് വേഗം ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ ഈ ഒരു പവർ നമ്മൾ ഉപയോഗിക്കാതെ എന്ത് നഷ്ടമാണ് നമ്മൾ ജീവിതത്തിൽ വരുത്തുന്നത്. അത് നമ്മുടെ ഒരു ഓപ്ഷനല്ലേ. നീ ഇങ്ങനെ ചിന്തിക്കൂ, നീ രക്ഷപ്പെടൂ, നിൻ്റെ മനസ്സിൻ്റെ പവർ ഉപയോഗിക്കൂ. അപ്പം ഞാനിങ്ങനെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ചില സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഒന്നും വേണ്ട, ഞാൻ ഇന്നലെ ട്രെയിനിൽ വന്നില്ലേ, രാത്രി ബർത്തിലല്ലേ, ബാംഗ്ലൂരിൽ പോയിരുന്നാണല്ലോ. ബാംഗ്ലൂരിൽ പോയി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ബർത്തിൽ കിടക്കുകയാണ്. ബർത്ത് എന്ന് പറഞ്ഞാൽ എന്ത് ചെറുതാണല്ലേ. പക്ഷേ ബർത്തിൽ നിന്ന് ഞാൻ വീഴില്ല. എൻ്റെ വീട്ടിൽ ഞാൻ വിശാലമായ കട്ടിലിൽ കിടക്കുന്ന ആളാണ്. പക്ഷേ ഈ ബർത്തിൽ നിന്ന് ഞാൻ വീഴാത്തതിൻ്റെ കാരണം എൻ്റെ 4-5 ദിവസം മുമ്പേ നമ്മൾ ഈ ജേണി ബർത്താണ്, വീഴരുത്, അങ്ങനെ എവിടെയോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തയുണ്ട്, ഐ ഹാവ് ടു ബി കെയർഫുൾ. അപ്പോൾ ആ ചിന്ത ഉള്ളതുകൊണ്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉറങ്ങുമ്പോഴും വർക്ക് ചെയ്യുമെന്നാണ്. അതിൻ്റെ ഒരു റിസൾട്ടാണത്. നമ്മൾ വീഴാതെ, അല്ലെങ്കിൽ ഉറക്കമല്ലേ, നമുക്ക് വീഴാൻ എല്ലാവിധ ചാൻസും ഉണ്ട്. ചെറിയൊരു സാധനം നമ്മൾ വീഴുന്നില്ല. അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് ഒരു ടൂറിന് പോകണം, വെളുപ്പിനെ എഴുന്നേക്കണം. പക്ഷെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് അതിനെപ്പറ്റിയാണ് ചിന്ത. വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒരു ടൂറാണ്. നമുക്ക് അലാറൊന്നും വേണ്ടല്ലോ എഴുന്നേക്കാൻ, അപ്പോൾ അതിനെന്താ പവറ്. അപ്പോൾ അത് നല്ല കാര്യങ്ങൾക്ക് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ചൂടെ. പക്ഷെ പലരും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് ഉപയോഗിക്കാറില്ല. പണ്ട് എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. അപ്പോൾ ഞാൻ കോളേജിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയായിരുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന 2 വാചകങ്ങളുണ്ട്. ചില ആളുകളുണ്ട് അങ്ങനെ, അവരെപ്പോഴും സ്വയം ഇങ്ങനെ ലോ സെൽഫ് റിഗാർഡ്, അതായത് എൻ്റെ അത്രയും ഭാഗ്യമില്ലാതെ ആരെങ്കിലും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ. പിന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ ശക്തമായ ഒരു വാചകമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എന്ത് കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് തന്നെ വരും. അവരതിനങ്ങട് മനസ്സിലിട്ട് കുഴപ്പങ്ങൾ വരും എന്നിങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റമായിട്ട് മാറിയിരിക്കുകയാണ്. എന്ത് കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് തന്നെ വരും. അപ്പോൾ ഈ അധ്യാപിക ഒരു ദിവസം ഞാൻ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ കാലയിൽ വലിയൊരു ബാൻഡേജൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ പറയുകയാണേ, ഇവിടെ ഒന്നും പറയണ്ട, രാവിലെ ബസ്സിലേക്ക് കയറിയത് ഒരു ആണി കാലേ കുത്തി കയറി, കുറേ ബ്ലഡൊക്കെ പോയി, പിന്നെ ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ചിട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ അടുത്ത വാചകം എന്താണെന്നോ, സഹതാപമല്ലേ നമുക്ക് തോന്നുന്നത്. എടോ, ഞാൻ എപ്പോഴും പറയാറില്ല എന്ത് കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് തന്നെ വരുമെന്ന്. ഇന്നൊരു 100 ആളെങ്കിലും ബസ്സിൽ കയറി, ആരുടെയെങ്കിലും കാലയിൽ ആണി കയറിയ അത് എൻ്റെ കാലയിൽ തന്നെ വന്ന് കയറി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പലപ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വറി, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ മാനേജ് ചെയ്യണം, ഇതൊക്കെ മനുഷ്യർക്ക് ആവശ്യമാണ് സത്യത്തിൽ.
ഈ ഡിപ്രഷൻ എന്തുകൊണ്ട് ആവശ്യമെന്ന് പറയാൻ കാര്യം സങ്കടം, സന്തോഷം. ഈ സങ്കടം ഉണ്ടെങ്കിലല്ലേ സന്തോഷം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. അപ്പോൾ ശരിക്കും നമുക്ക് ആലോചിച്ചാൽ അത്ഭുതം തോന്നും. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നീ വേണമെങ്കിൽ ഇതിലേ പോയിക്കോ, നിനക്ക് ഇതുമുണ്ട്. അപ്പോൾ ഈ ഡിപ്രഷൻ, സങ്കടം ഉള്ളത് കൊണ്ടാണ് സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ സങ്കടം ഉള്ളത് കൊണ്ടാണ് നമ്മളെപ്പോഴും സക്സസ്ഫുൾ ആകണമെന്ന് ചിന്തിക്കുന്നത്. കാരണം സക്സസ് ഇല്ലെങ്കിൽ ഫെയിലിയർ നമ്മളിൽ സങ്കടം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കും? എനിക്ക് സക്സസ്ഫുൾ ആകണം. ആ സങ്കടം എന്നുള്ള ഫീലിംഗ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പേടിയുള്ളത് കൊണ്ടാണ് ഞാനും സാറും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടൂലേ, പേടി എന്നുള്ള ഇതില്ലെങ്കിൽ. അപ്പോൾ എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. നമ്മൾ ഏതിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിട്ട് ഇരിക്കും. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയില്ലേ, പതിവായി കാരണങ്ങൾ കൂടാതെ കാര്യങ്ങൾ മാറ്റിവെക്കുക. നമ്മുടെ എല്ലാ പ്രോബ്ലം അതാണ്. അതും നമ്മളെ സഹായിക്കാനാണ്. അതായത് അന്തം വിട്ട് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ളൊരു മെക്കാനിസമാണത്. ഇതില്ലെങ്കിൽ ഈ മാറ്റിവെക്കണ ആ ഒരു കുറച്ചങ്ങോട്ട് മാറ്റിവെക്കണ ആ ഒരു ശീലം ഇല്ലെങ്കിൽ നമ്മളെല്ലാത്തിലും അന്തം വിട്ട് ചെയ്ത് ചാടി പ്രശ്നം ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാം നമുക്കങ്ങനെ ഓരോന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റംസാണ്. അതിനെ മാനേജ് ചെയ്യാൻ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതാണ് ചിന്ത, മനസ്സെന്ന് പറയണത്. അപ്പോൾ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പറയണത് നമ്മുടെ ഈ സന്തോഷം എന്നുള്ള ഒരു ഇമോഷൻ ഇല്ലേ, നമുക്ക് ബേസിക്കായിട്ട് 4 ഇമോഷനാണുള്ളത്. ഒന്ന് ഫിയർ, പിന്നെ ആങ്കർ, പിന്നെന്താ സങ്കടം, സന്തോഷം. അതിൽ ഈ ഫിയറും സങ്കടം സന്തോഷമൊക്കെ വളരെ പേഴ്സണലായിട്ട് നമ്മൾ അനുഭവിക്കും. ആങ്കറാണ് മറ്റുള്ളവർക്കും കൂടി പ്രശ്നം ഉണ്ടാക്കുന്നൊരു ഇമോഷൻ. അപ്പോൾ അതിൽ 4 ഇമോഷൻസ് ബേസിക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇമോഷൻ മാത്രമേ ഉള്ളൂ, പോസിറ്റീവ്, സന്തോഷം. അപ്പോൾ അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സന്തോഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നിരിക്കുകയാണ്. മറ്റേതൊക്കെ ഇൻബിൽട്ടായിട്ടുണ്ട് കുറേ. ഫിയർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. സന്തോഷം ഹാപ്പിനെസ് ഈസ് യുവർ ചോയ്സ്. പക്ഷേ വഴികളുണ്ട്, നീ അത് തിരഞ്ഞെടുക്കുക. നിനക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, മനസ്സുണ്ട്, എല്ലാ സംവിധാനങ്ങളും തന്നിട്ടുണ്ട്. പക്ഷെ നീ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊക്കെ വളരെ അത്ഭുതമല്ലേ? നമ്മുടെ റെസ്പോൺസിബിലിറ്റി. താങ്ക് യു മാം. ഇത് ഭയങ്കര നല്ലൊരു ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. ഇനിയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും അധ്യാപകരാണല്ലോ. നമുക്ക് എപ്പോഴും ഈ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികളോടാണ് ഒരു താല്പര്യവും, അല്ലെങ്കിൽ മാർക്ക് കിട്ടുന്ന കുട്ടികളെയാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുക. പക്ഷേ ഇതിൽ എപ്പോഴും അധികം പഠിക്കാത്ത നിർഭാഗ്യവാന്മാരായ കുട്ടികളുമുണ്ട്. അവരെ പലപ്പോഴും അധ്യാപകർ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്ത് അവരെ രക്ഷപ്പെടുത്താനുള്ള എന്തൊക്കെയാണ് മാമിന് സജഷൻസ് പറയാനുള്ളത്? അതായത് ഞാൻ ഈയിടെ ഒരു നല്ലൊരു ക്വാട്ട് വായിച്ചിരുന്നു. എ ഗുഡ് ടീച്ചർ ഈസ് റേറ്റഡ് നോട്ട് ബൈ the brightest of the students, but how many stupid students he could teach well. Yes. അത് തന്നെയാണല്ലോ അതിലെ കാര്യം. ഈ ബ്രൈറ്റ് സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിക്കണമെന്ന് തന്നെ ഇല്ല, അവരവരുടെ കാര്യം നോക്കിക്കോളും. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ പോലും ടീച്ചേഴ്സ് ചിലപ്പോൾ നല്ലോണം പഠിക്കുന്ന കുട്ടികളുടെ അവിടെയൊക്കെയാണ് ശ്രദ്ധിക്കുക. അവരെ നോക്കി പഠിപ്പിക്കുക. അവർ തലയാട്ടി കഴിഞ്ഞാൽ അന്നത്തെ ക്ലാസ് ഓക്കെ ആയി എന്നൊക്കെ ധരിക്കുന്ന ടീച്ചർമാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതാണ് ഇത്രയും സൈക്കോളജിക്കലായിട്ട് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിട്ടും നമ്മൾ അങ്ങനെ ഒരു വഴിക്ക് ചിന്തിക്കുന്നത്. ഈ അക്കാദമിക്കലി ബ്രില്യൻ്റ്, അത് സാധാരണഗതിയിൽ അങ്ങനെയാണ്. അതിൻ്റെ കാരണം എന്താ? നമ്മൾ നമ്മുടെ ഒരു അധ്യാപനത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ പോവുക, പാഠം പഠിപ്പിക്കുക, അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ കുട്ടി നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വമായി എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതാദ്യം മാറ്റണമല്ലോ. നമ്മൾ അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നോളേജ് ഷെയറിങ്ങോ അല്ലെങ്കിൽ നോളേജ് ഇമ്പാർട്ടിങ് മാത്രമല്ല, അതൊരു ഭാഗം മാത്രമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ നമുക്ക് അറിയാനായിട്ട് പല മാർഗങ്ങളുണ്ട്. നമ്മൾ പറയണ ഈ സിലബസിലുള്ള കാര്യങ്ങൾ അറിയാൻ വേറെ വഴികളുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എങ്ങനെ വളരണം, അയാൾക്കൊരു ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പ് അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അയാളുടെ ഒരു ബെസ്റ്റ് വേർഷൻ. അത് പല രീതിയിലാണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയൊക്കെ ഉണ്ട്. നമ്മുടെ അക്കാദമിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരെണ്ണം മാത്രമാണ്. വേറെ പലതരം ഇൻ്റലിജൻസ് ഉണ്ട്. ആർട്ടിസ്റ്റിക് ഇൻ്റലിജൻസ്, അങ്ങനെ ഓരോന്ന്, ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇൻ്റലിജൻസ്,
ആളുകളുടെ കൂടെ ജോലി ചെയ്യുക, അവർക്ക് നേതൃത്വം കൊടുക്കുക, ലീഡർഷിപ്പ്, ഇതെല്ലാം പല പല ഇൻ്റലിജൻസ് ലെവലാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ഇൻ്റലിജൻസാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തരം ഈ അക്കാദമിക് ഇൻ്റലിജൻസുകാരെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് മറ്റുള്ളവരെ വിട്ടുകളയുന്ന ഒരു പ്രവണത, അത് നമ്മൾ ബോധപൂർവം ചെയ്യണം. പിന്നെ ഇപ്പോൾ റെമഡിയൽ കോച്ചിങ് സിസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടികളുണ്ട്. അവിടെയും നമ്മൾ അക്കാദമിക്കാണ് നോക്കണത് അല്ലേ. അവരെങ്ങനെ A+ ഉണ്ടാക്കി, A++ ഇതിലാണല്ലോ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും നമ്മൾ അവരെ വിലയിരുത്തുന്നത്. പക്ഷേ അതിനപ്പുറമുള്ള ഇൻ്റലിജൻസ് കണ്ടെത്താനായിട്ട് ഓരോ അധ്യാപകനും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അയാൾക്ക് ഒരു റെക്കഗ്നിഷൻ അതിൽ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും അവസരങ്ങൾ നമ്മൾ കണ്ടെത്തി, അയാളുടെ ടാലൻറ്റ് പ്രയോജനപ്പെടുന്ന ചില അവസരങ്ങൾ. ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ഈ എൻ്റെ കോളേജിൽ ഒരു വിദ്യാർത്ഥിനി പഠിക്കാനൊക്കെ അത്ര ബ്രില്യൻ്റ് ഒന്നുമല്ല. പക്ഷെ ഒരു തവണ ഞങ്ങൾ ടൂറിന് പോയപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഈ കുട്ടി ടൂറിൻ്റെ ഓർഗനൈസേഷൻ ഈ കുട്ടിയാണ് ചെയ്യണത്. എത്ര രസമായിട്ടാണ് ചെയ്തതെന്നാണ്. നമ്മൾ ബസ് പുറപ്പെടാൻ നേരത്ത് ആ കുട്ടി പറയാം, ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് നിശബ്ദരാകൂ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാനിതൊന്നും ഓർക്കാറിയില്ല കേട്ടോ. ഒരു പ്രാർത്ഥനയൊക്കെ നല്ലതാണല്ലോ, ഒരു കാര്യത്തിന് പോകുമ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മെഡിറ്റേഷൻ എന്താണ്, കുറച്ച് നേരം നമ്മൾ പോകാൻ പോയല്ലേ, ജസ്റ്റ് നമുക്ക് ദൈവത്തിനെ ഒന്ന് ഓർക്കാം. ഈ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും നിശബ്ദരായി. എന്ത് ഓവറോൾ കൺട്രോൾ കുട്ടികളുടെ പുറത്ത്, ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ആ കുട്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളെപ്പോഴും ഈ കുട്ടിയെ കാണുന്നത് എന്താ, ഒന്നും പഠിക്കില്ല, മാർക്കില്ല. അപ്പോൾ ഇത് ടൂറങ്ങോട്ട് എല്ലാ കാര്യങ്ങളും വെൽ പ്ലാൻഡായിട്ട് അതനുസരിച്ച് കൊണ്ടുപോകണം കണ്ടപ്പോൾ ഞാനും എൻ്റെ കൊളീഗ് ജോർജ് മാത്യു എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, ജോർജ് മാത്യു എൻ്റെ കൊളീഗ്, അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ കുട്ടിക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു കേട്ടോ. അതായത് അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു ലീഡർഷിപ്പ്, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. നമുക്ക് നമ്മളോട് തന്നെ അവജ്ഞ തോന്നുന്ന ഒരു സന്ദർഭമാണ്. മാഡത്തിന് തോന്നുന്നുണ്ടാവും പലപ്പോഴും ഇല്ലേ, നമ്മൾ പലരും ഈ പ്രിജുഡിസ്ഡ് ആണല്ലേ. ചില ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ഈയിടെ വായിച്ചിട്ടുണ്ടാവും, നമ്മൾ പണ്ട് ഏതെങ്കിലും ഒരാളുടെ മോശം മുഖം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇയാളും അങ്ങനെയാവുന്ന കൺക്ലൂഡ് ചെയ്യും. അതൊരിക്കലും ശരിയാവില്ല. ചിലപ്പോൾ അവർക്ക് പല നല്ല ടാലൻസും കാണും അല്ലേ. ഇവിടത്തെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കാദമിക്സ് വെച്ചിട്ടാണ് കൺക്ലൂഷൻ. അതാണ് ഏറ്റവും ഖേദകരമാണ്. ഈ കുട്ടിക്ക് സമ്മാനം കൊടുത്തപ്പോൾ അതിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി, കരഞ്ഞു പോയി ആ കുട്ടി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടുന്നതെന്ന്. അതൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും കഴിവുള്ള ആ ഒരു സ്കില്ല് നമ്മൾ തിരിച്ചറിഞ്ഞില്ല. ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ഇങ്ങനെ നമ്മൾ ഈ എക്സ്ട്രാ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പലതും തിരിച്ചറിയുന്നത് കേട്ടോ. ക്ലാസ്സിൽ പോയി പഠിപ്പിച്ചു വരണമെങ്കിൽ വി ആർ ഫോക്കസിങ് ഓൺലി ഓൺ ദി അക്കാദമിക് ബ്രില്യൻസ്. മറ്റേത് തിരിച്ചറിയണമെങ്കിൽ നമ്മളും പുറത്തോട്ട് വരണം. അവർ പല സ്കിൽസും മഹാരാജാസിലൊക്കെ അത് ഞാൻ ശരിക്ക് KKTM കോളേജിലായാലും അക്കാദമിക് ബ്രില്യൻസ് ഉള്ളവരുടെ എണ്ണം കുറവാണ്. മഹാരാജാസിൽ പിന്നെയും ഉണ്ട്. പക്ഷേ ഈ ബ്രില്യൻസ് ഉള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോകും, അവരെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചു പോയിക്കോളും. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അതാണ് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നത്. അതുകൊണ്ടാണ് മാമിനോട് ഞാൻ ചോദ്യം ചോദിച്ചത്.